മറുപടി ഇല്ലാത്ത എന്തായാലും ഇപ്പൊ നോക്കട്ടെ. കാര്യം എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാം എന്തായാലും ഉണ്ടാവുക. എങ്ങനെയായാലും അതിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും റെസ്യൂം ആവും. അവര് സീരിയസ്നെസ്സോടുകൂടി കാര്യങ്ങളെ കാണാം. ഓക്കെ റൈറ്റ്. അപ്പോ നമ്മള് ടോർഷനിലായിരുന്നു. റൈറ്റ്, ടോർഷന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. ടോർഷന്റെ ഒരു പ്രോബ്ലം എടുത്തു. ഇവിടെ ഇതിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് എന്റെ സ്ലൈഡ്സ് പെണ്ണിന്റെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പ്രസന്റേഷൻ വെച്ചിട്ടാണ് എടുക്കുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എനിക്ക് എഴുതാനുള്ള സെറ്റപ്പ് ഇല്ല. പറ്റാവുന്ന പോലെ മൗസ് കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് മിസ്സായി. ഓക്കെ റൈറ്റ്. അപ്പോ ലാസ്റ്റ് ദിവസം ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അതോ വല്ലത് ഓർമ്മയുണ്ടോ എന്ന അവസ്ഥ? ലാസ്റ്റ് പ്രോബ്ലം എന്തായിരുന്നു? പറയൂ, എന്തായിരുന്നു പ്രോബ്ലം? ഒരു പെർസെന്റേജ് സേവിംഗിന്റെ അല്ലേ? പെർസെന്റേജ് സേവിംഗ് ഇൻ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ അല്ലേ? ആ ഒരു പ്രോബ്ലമോടുകൂടി നമ്മൾ ഈ ഒരു ടോർഷൻ ഏരിയ വൈൻഡപ്പ് ചെയ്യാണ്. അതിനുശേഷമുള്ള പ്രോബ്ലം കണ്ടന്റ്സ്, അഡീഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കുക. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. എന്ത് ചെയ്യാം, ബേസിക് അതിന്റെ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയായാലും ടോർഷൻ ആണോ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ T/J, ടോബയ, GT/W ഈ ഒരു റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ബാക്കി അതിൽ ചില മിസ്സിംഗ് ഡാറ്റാസ് ഉണ്ടാവും, മിസ്സിംഗ് ഡാറ്റാസ് കണ്ടെത്താം. ഓക്കെ, അതിൽ വരാൻ ചാൻസ് അടുത്തൊരു ട്വിസ്റ്റ് ടൈപ്പ് പ്രോബ്ലം ആണ് ഇപ്പോൾ തന്നൊരു കാര്യം, പെർസെന്റേജ് സേവിംഗ് ഇൻ മെറ്റീരിയൽ കാണേണ്ട ടൈപ്പ് പ്രോബ്ലം. ഓക്കെ, നമുക്ക് അതിന് കംപ്ലീറ്റ് ആക്കാം. നെക്സ്റ്റ് ഡേ തൊട്ട് ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ടോപ്പിക് നമ്മൾ തുടങ്ങും. ഓക്കെ, ഇത് വളരെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു പ്രോബ്ലം അതിന്റെ നിർബന്ധമായിട്ടും ഉണ്ടാവും. ആദ്യ കാലഘട്ടം തൊട്ട് ഇപ്പൊ വരെയായിരുന്നു. കാരണം അത്രയും ഫണ്ടമെന്റൽ ആയിട്ടൊരു കാര്യമാണ്. അപ്പൊ നാളെ തൊട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അഥവാ ക്ലാസ് മിസ്സായാൽ ഞാൻ അന്ന് തന്നെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം, പരമാവധി അതുപോലെ തന്നെ ചെയ്യാം. അത് അന്നൊന്ന് റെഫർ ചെയ്ത് പോവാം. കാരണം ആ ഒരു ബെൻഡിങ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ് കഴിയുന്നത് വരെ കണ്ടിന്യൂസ് ആണ് ടോപ്പിക്. അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും പോയാൽ അതുപോലെ എഫക്ട് ചെയ്യും അതിനുശേഷമുള്ള കാര്യങ്ങൾ. ആ ഓർഡറിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെയാണ്. ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്നും അത് ബേസ് ചെയ്തിട്ട് എങ്ങനെ ബെൻഡിങ് സ്ട്രെസ്സും എങ്ങനെ ഷിയർ സ്ട്രെസ്സും കണ്ടെത്താം. നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ കുറെ കേസ് സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റെയിൽവേ ട്രാക്കിന്റെ ക്രോസ് സെക്ഷൻ എന്തുകൊണ്ടാണ് ഐ സെക്ഷൻ എടുക്കുന്നത്, അതെ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഉത്തരം കണ്ടെത്താൻ പോകുന്നതാണ് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ കണ്ടിന്യൂറ്റി മിസ്സാവരുത്. കണ്ടിന്യൂറ്റി മിസ്സായി കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം പ്ലോട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ന് തന്നെ പറയുന്നത് ഷുഡ് ബി പ്രസന്റ്. ഇഫ് നോട്ട് പ്രസന്റ്, അന്ന് തന്നെ എന്തെങ്കിലും കാരണവശാൽ പോയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ യൂട്യൂബിൽ വീഡിയോ റെഫർ ചെയ്യുക, പഠിക്കുക. ഓക്കെ, നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. യെസ്, അപ്പൊ ഇതാണ് നമ്മളെടുത്ത പ്രോബ്ലം, ലാസ്റ്റ് പറഞ്ഞ പ്രോബ്ലം. എ സോളിഡ് ഷാഫ്റ്റ് ഈസ് ടു ട്രാൻസ്മിറ്റ് 300 kilowatt power at 100 RPM. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാം. എ സോളിഡ് സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് ഈസ് ടു ട്രാൻസ്മിറ്റ് 300 kilowatt at 1000 RPM. Right, it is transmitting 300 kilowatt power at 100 RPM. Right. If the shear stress is not to exceed, okay, it's not to exceed shear stress, right? Shear stress, if it is not to exceed 80 Newton per mm square, in the maximum shear stress that can be applied is
80 Newton per mm square. Find the diameter. First part of the question വളരെ പെട്ടെന്ന് ചെയ്യുക, ഡയമീറ്റർ വാല്യൂ പറയാം. പെട്ടെന്ന് ചെയ്ത് നോക്കി. സോളിഡ് സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റിംഗ് എത്ര 300 കിലോവാട്ട് പവർ ആണ്. RPM തന്നിട്ടുണ്ട്, ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, ഫൈൻഡ് ദ ഡയമീറ്റർ. ഓക്കെ, ഒരു 4 മിനിറ്റ് സമയം എടുത്തോ. കിട്ടിയോ ഡയമീറ്റർ? Diameter of the shaft. Solid shaft ആണ്. നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം.
ഫസ്റ്റ് പാർട്ട് നിങ്ങൾ വരും എത്രയായിരുന്നു? ഡയമീറ്റർ ആണല്ലേ? ഡയമീറ്റർ അല്ല പറഞ്ഞ യെസ് 121.8 mm കറക്റ്റ് ആണ്. സോ ഇതാണ് എന്റെ പ്രൊസീജിയർ വരിക. ചെയ്യുമ്പോൾ you have to first find out the torque അല്ലെ? പവർ തന്നിട്ടുണ്ട് 300 kilowatt ആൻഡ് സ്പീഡ് ആർ പി എന്ന് തന്നിട്ടുണ്ട്. ഷിയർ സ്ട്രെസ് ഇവിടെ പറഞ്ഞത് is not to exceed 80 Newton per mm square എന്ന് വെച്ചാൽ your maximum shear stress or the permissible shear stress value is actually 80 Newton per mm square. Okay, now so before proceeding എന്ത് വേണം? You have to find out the torque അല്ലെ? Torque കിട്ടാൻ വേണ്ടിയിട്ട് we are using this equation P is equal to 2π/60. Substitute the values, you will get torque in Newton meter-ലാണ് കിട്ടുക. സോൾവ് ചെയ്ത ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും. കൺവേർട്ട് ഇറ്റ് ടു ന്യൂട്ടൺ മില്ലിമീറ്റേഴ്സ്. ഓക്കെ, to convert this to Newton millimeters, on solving this you will get the diameter value. Correct. The diameter is 121.8 mm. നമുക്ക് അത് round off ചെയ്തിട്ട് you can take it as 122 mm. Fine. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. റൈറ്റ്. നോ ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോകും. ഇത് ക്ലിയർ അല്ലേ? ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഡയറക്റ്റ് ആണ്, വരാനില്ല. ഇത് ഓക്കെ ആണോ? എല്ലാവരും കിട്ടിയതാണോ? ബാക്കിയുള്ളവർ ഓക്കെ ഓക്കെ ഫൈൻ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിലാണ് കാര്യം കിടക്കുന്നത്. സോ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് വാട്ട് പെർസെന്റേജ് സേവിംഗ് ഇൻ വേജ്. ഓക്കെ, വാട്ട് percentage saving in wage, percentage saving in wage would be obtained if this shaft is replaced by a hollow shaft whose internal diameter equals 0.6 times the external diameter, length, the material and the maximum shear stress being the same. ഇവിടെ നമ്മളോട് പറയുന്നത് ഇത് നമുക്കൊന്ന് ആക്ച്വൽ കേസ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് ഇപ്പൊ ഇത്രയും പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. എത്ര? 3000 kW പവർ എന്ന് വെച്ചാൽ അറൌണ്ട് 1/2 HP അല്ലെ? 1/2 HP കുറച്ച് താഴെ അല്ലെ? അത്രയും പവർ എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. എത്ര? 100 RPM ട്രാൻസ്മിറ്റ് ചെയ്യണം. മെറ്റീരിയൽ താങ്ങാൻ പറ്റാവുന്ന പരമാവധി ഷിയർ സ്ട്രെസ് 80 Newton per mm square ആണ്. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ നോക്കും എന്താ ചെയ്യാം, യു ഹാവ് ടു. അപ്പൊ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഷാഫ്റ്റ് വേണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, അപ്പൊ നമ്മൾ ഒബ്വിയസ്ലി ആദ്യം ഞാൻ ആലോചിച്ചു ഒരു സോളിഡ് ഷാഫ്റ്റ് എടുത്താലോ. ഓക്കെ, അപ്പോൾ സോളിഡ് ഷാഫ്റ്റ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അതിന് മിനിമം എത്ര ഡയമീറ്റർ ഉണ്ടാവണം എന്നാണ് ഞാൻ രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യം. ഓക്കെ, അങ്ങനെ ഞാൻ നോക്കി എത്ര ഡയമീറ്റർ വേണം. നമ്മളെ ബേസിക് ടോർഷൻ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് സോളിഡ് ഷാഫ്റ്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ മാക്സിമം 122 mm ഉള്ള ഒരു സോളിഡ് ഷാഫ്റ്റ് തന്നെ വേണം. അതെ, പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ഒരു സോളിഡ് ഷാഫ്റ്റ് ആണെങ്കിൽ വളരെ ശരിയാവില്ല. ഇതൊരു സോളിഡ് ഷാഫ്റ്റ്, ഒരു സോളിഡ് ഷാഫ്റ്റിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ along ഏറ്റവും ഔട്ടർ പോയിന്റ് മാക്സിമം സെന്ററിൽ 0 ആയിരിക്കും. ഇതുപോലെയാണ് അവിടുത്തെ ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരിക. അല്ലെ? ഏത് പോയിന്റ് എടുത്താലും ഞാൻ പിന്നെ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഇതുപോലെ തന്നെ വരിക അല്ലെ? മാക്സിമം ഔട്ടറിൽ സെന്ററിലേക്ക് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ സെന്റർ പോർഷനിൽ ഫെയിലിയർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അവിടെ ഷിയർ സ്ട്രെസിന്റെ എഫക്ട് വളരെ കുറവാണ് വരുന്നത് അല്ലെ? ഞാൻ ഈ ഇത്രയും ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാല് ഇത്രയും പോർഷനിൽ വലിയ പ്രശ്നങ്ങളൊന്നും പറ്റില്ല ഒരിക്കലും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്രയും സ്ഥലത്തെ മെറ്റീരിയൽ നമ്മൾ റിമൂവ് ചെയ്തല്ല, അതുപോലെ ഇത്രയും മെറ്റീരിയൽ നമുക്ക് റിമൂവ് ചെയ്താലും പവർ ട്രാൻസ്മിഷൻ പ്രശ്നമൊന്നും വരുന്നില്ല എങ്കിൽ നമുക്ക് ഇത്രയും മെറ്റീരിയൽ വേണ്ട, ഒരു ഹോളോ ഷാഫ്റ്റ് മതി. കാരണം സോളിഡ് ഷാഫ്റ്റിനെക്കാളും അത്രയും മെറ്റീരിയൽ സേവ് ചെയ്യാം നമുക്ക് അല്ലെ? അതേപോലെ അതിന്റെ എക്സ്പെൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം ഒരു ഹോളോ ഷാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ. അപ്പോ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോ ഇവര് ചോദിക്കാണ്, രണ്ടാമത്തെ ക്വസ്റ്റൻ അതാണ് ചോദിക്കുന്നത്. അപ്പോ ഞാൻ ഇതിന് പകരം സോളിഡ് ഷാഫ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം
ഞാനൊരു ഹോളോ ഷാഫ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഓക്കെ, ഹോളോ ഷാഫ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിത്ത് കണ്ടീഷൻ എന്താ, അതിന്റെ ഔട്ടർ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 0.6 ടൈംസ്, സോറി, ഇന്റേണൽ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 0.6 ടൈംസ് ദ എക്സ്റ്റേണൽ ഡയമീറ്റർ, ലെങ്ത് മെറ്റീരിയൽ ആൻഡ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് സെയിം ആണ്. എന്ന് വെച്ചാൽ മെറ്റീരിയൽ സെയിം ആണ്, അതിന് താങ്ങാൻ പറ്റുന്ന സ്ട്രെസ് സെയിം ആണ്, അത് വെക്കുന്ന ലെങ്ത് സെയിം ആണ്, ഒക്കെ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹോളോ ഷാഫ്റ്റ് അവിടെ ഇതിന് പകരം, സോളിഡ് ഷാഫ്റ്റിന് പകരം ഞാൻ അവിടെ ഒരു ഹോളോ ഷാഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം മെറ്റീരിയൽ സേവ് ചെയ്യാം എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആ ഒരു പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരും. ഓക്കെ, നമ്മൾ ശരിക്കും ഒരു പ്രോബ്ലം, ഒരു ആക്ച്വൽ പ്രോബ്ലം സോൾവ് ചെയ്യണം ഇവിടെ, റൈറ്റ്? നമുക്ക് പിന്നെ അപ്പൊ നമുക്ക് പല ആപ്ലിക്കേഷനിലും സോളിഡ് ഷാഫ്റ്റ് ഉപയോഗിക്കേണ്ടി വരില്ല. വെറുതെ സോളിഡ് ഷാഫ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ്, വെയിറ്റ് കൂടുതലായിരിക്കും, അത്രയും മെറ്റീരിയൽ കൂടും, വെയിറ്റ് കൂടുതലായിരിക്കും, എക്സ്പെൻസ് കൂടുതലായിരിക്കും, അല്ലെ? നേരെ കുറച്ചൊരു ഹോളോ ഷാഫ്റ്റ് എടുത്താൽ വെയിറ്റ് കുറയും, മെറ്റീരിയൽ കുറയും, വെയിറ്റ് കുറയും, അതേപോലെ എക്സ്പെൻസും കുറയും, അല്ലെ? അപ്പൊ നമുക്ക് പല കേസിൽ ഇപ്പൊ നിങ്ങൾക്ക് പിന്നീട് ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത്, ഒരു പവർ ട്രാൻസ്മിഷൻ വരുന്ന സമയത്ത് നമുക്കൊരു സോളിഡ് ഷാഫ്റ്റിന് വേണമെന്നില്ല. Right, you can analyze, okay, രണ്ടും compare ചെയ്ത് നോക്കാം, you can take the best one, okay, which can be a solid shaft or it can be a hollow shaft, right? Now, okay, അപ്പൊ ഇത് നമ്മളോട് പിന്നെ എത്ര പെർസെന്റേജ് സേവിങ് കാണാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഈ പെർസെന്റേജ് സേവിങ് ഓഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആദ്യം ഓർമ്മ വേണ്ടത്, എത്ര പെർസെന്റേജ് സേവ് ചെയ്യാന്നാണ്, അല്ലെ? എന്ന് വെച്ചാൽ ഡിഫറൻസ് ഇൻ വെയിറ്റ് ആണ് നമ്മൾക്ക് എടുക്കേണ്ടത്, റൈറ്റ്? സോ പെർസെന്റേജ് സേവിങ് in weight കാണാൻ you have to take the difference between എന്താണ് weight of the solid shaft, ഇതാണ് there is weight of the solid shaft minus weight of the hollow shaft divided by weight of the solid shaft into 100 will give you the percentage saving in weight, അല്ലെ? സോളിഡ് ഷാഫ്റ്റിനാണ് കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക, subtract hollow shaft weight from solid shaft and divided by the solid shaft, that will give you the percentage saving, എത്രത്തോളം percentage save ചെയ്യുന്നുള്ളത്, right? Into 100 will give you the percentage saving in weight, right? Now, അപ്പൊ ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ആദ്യം വെയിറ്റ് ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് കണ്ടുപിടിക്കണം, വെയിറ്റ് ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് കണ്ടുപിടിക്കണം, അതൊന്ന് സബ്ട്രാക്ട് ചെയ്യണം, റൈറ്റ്? അപ്പൊ വെയിറ്റ് ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അതൊരു സിലിണ്ടർ ആണ്, അല്ലെ? സോളിഡ് ഷാഫ്റ്റിന്റെ കേസിൽ ആക്ച്വലി സിലിണ്ടർ, റൈറ്റ്? വെയിറ്റ് ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ എഴുതാൻ നോക്കാം. വെയിറ്റ് ഓഫ് ദ വെയിറ്റ് ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ്, അല്ലെ? എങ്ങനെ കാണാം വെയിറ്റ്? ഒരു സോളിഡ് ഷാഫ്റ്റിന്റെ വെയിറ്റ് എങ്ങനെ കാണാം? ഇതാണ് എന്റെ സോളിഡ് ഷാഫ്റ്റ്. ഓക്കെ, ഒരു സോറി, വരക്കുന്നത് ശരിയാവില്ല, മൗസ് കൊണ്ട് വരയ്ക്കുന്ന പ്രശ്നം. ലെറ്റ് ലെങ്ത് ബി എൽ, let the length of the shaft be L and the diameter of the shaft small d. Okay, അങ്ങനെയാണെങ്കിൽ ഈ ഷാഫ്റ്റിന്റെ വെയിറ്റ് നമുക്ക് എങ്ങനെ കാണാം? എന്താണ് ലോജിക്? വെയിറ്റ് ഓഫ് ദ ഷാഫ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും ഇത്രയും ഡാറ്റാസ് ബേസ് ചെയ്ത്? പറഞ്ഞു, എങ്ങനെ കാണാം വെയിറ്റ് ഓഫ് ദ ഷാഫ്റ്റ്? നമുക്ക് അതിന്റെ ഡയമെൻഷൻസ് മാത്രമാണ് തന്നിട്ടുള്ളത്. ഈ ഡയമെൻഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വെയിറ്റ് കണ്ടുപിടിക്കും? ആലോചിച്ചു. ഒരു സിലിണ്ടറിക്കൽ ഷാഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് തന്നു, അതിന്റെ വെയിറ്റ് എനിക്കിവിടെ കാണേണ്ടത് പെർസെന്റേജ് സേവിംഗ് ഇൻ വെയിറ്റ് ആണ്. അപ്പോൾ സോളിഡ് ഷാഫ്റ്റ് മൈനസ് ഹോളോ ഷാഫ്റ്റ് വെയിറ്റ് ഓഫ് സോളിഡ് ഷാഫ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാം? നമുക്കത് എടുത്തിട്ട് ഇപ്പം മെഷർ ചെയ്യാനൊന്നും കഴിയില്ല. അങ്ങനെ
ഇല്ല. സാർ ഡയമെൻഷൻ മാത്രം വന്നാൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ വയ്യ. ഡയമെൻഷൻസ് വന്നാൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കിട്ടും? യെസ്. വോളിയം കിട്ടിയാൽ എങ്ങനെ പിന്നെ എന്ത് ചെയ്യണം? വോളിയം കിട്ടിയാൽ നമുക്ക് എങ്ങനെ വെയിറ്റും വോളിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ഡെൻസിറ്റി എക്സാക്ട്ലി അല്ലേ? എക്സാക്ട്ലി. എന്താ? ഡെൻസിറ്റിയും വെയിറ്റും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലെ? അതെങ്ങനെ വരാം? നമുക്ക് നോക്കാം. വെയിറ്റ് ഓഫ് ദിസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് എന്ന് പറയുന്നത്, മാസ് ഓഫ് എൻ ഒബ്ജക്ട് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ് അല്ലെ? അങ്ങനെ ആകുമ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എടുത്താൽ മതി. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇവിടെ വെയിറ്റ് കാണാൻ നമുക്ക് ഇതേപോലെ തന്നെ പോവാം. വെയിറ്റ് ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് കാണാൻ അപ്പൊ എന്ത് വേണം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദി ഷാഫ്റ്റ് അല്ലെ? ഇതിപ്പോ സോളിഡ് ഷാഫ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? 5/4 ഇൻറ്റു ടി സ്ക്വയർ into L എടുത്തു കഴിഞ്ഞാൽ you will get the volume of this solid shaft into G will give you the weight of the solid shaft. Now similarly weight of the hollow shaft എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം പ്രൊസീജിയർ തന്നെ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ശരിയല്ലേ? അപ്പോൾ വെയിറ്റ് ഓഫ് വോളിയം ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് എന്താ? Volume of the hollow shaft 5/4 into outer diameter square minus inner diameter square into L into G അല്ലെ? നമ്മൾ വോളിയം ഇങ്ങനെ എടുക്കുക ഏത് ഒബ്ജക്റ്റിനെ ആയാലും ഇതിന്റെ ക്രോസ് സെക്ഷൻ അല്ലെ? ക്രോസ് സെക്ഷൻ മെറ്റീരിയലുള്ള ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് എടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വോളിയം കിട്ടി. ഈ ഒരു കേസിൽ 5/4 d square ഇൻറ്റു L ആയിരുന്നു. ഹോളോ ഷാഫ്റ്റ് എന്തായി? സെൻട്രൽ മെറ്റീരിയൽ ഇല്ല, 5/4 ക്യാപിറ്റൽ D square മൈനസ് ചെയ്യണം എന്ത്? 5/4 ഇന്നർ. അപ്പൊ ഈ ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് വിൽ ഗിവ് യു ദ നമുക്ക് അതിന്റെ വോളിയം കിട്ടും അല്ലെ? ഇൻറ്റു L ഇൻറ്റു G അല്ലെ? നൗ നമ്മളോട് കാണാൻ പറഞ്ഞ പെർസെന്റേജ് സേവിങ് ആണ് അല്ലെ? പെർസെന്റേജ് സേവിങ് ഓക്കെ, സേവിങ്ങിന് ഉദ്ദേശിച്ചാണ്. Okay, percentage saving is equal to weight of the solid shaft. Okay, rho Vg of solid shaft minus rho Vg of hollow shaft divided by rho Vg of solid shaft. അപ്പോൾ ഇവിടെ ഡെൻസിറ്റി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ മെറ്റീരിയൽ ഈസ് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? മെറ്റീരിയൽ സെയിം ആണെന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് മനസ്സിലാക്കാം? ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ വിൽ ബി സെയിം. സെയിം മെറ്റീരിയൽ ആണ്, ഡെൻസിറ്റി സെയിം ആണ്. യു ക്യാൻ സ്ട്രൈക്ക് ഓഫ് ദിസ് ഡെൻസിറ്റി അല്ലെ? കോമൺ ആയിട്ട് ഡെൻസിറ്റി എടുക്കാം, ഡെൻസിറ്റി വാല്യൂ വിൽ ബി ടേക്കൺ ഓഫ് അല്ലെ? സിമിലർലി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു പെർട്ടിക്കുലർ പോയിന്റ് അതെല്ലാം സെയിം തന്നെയാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ഓൾസോ ക്യാൻസൽസ് റൈറ്റ്. പിന്നെന്താ ഉണ്ടാവുക? വോളിയം ഓഫ് സോളിഡ് ഷാഫ്റ്റ് മൈനസ് വോളിയം ഓഫ് ഹോളോ ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് solid shaft. Okay, so volume of solid shaft equation നമുക്കറിയാം, വോളിയം ഓഫ് ഹോളോ ഷാഫ്റ്റിന്റെ ഇക്വേഷൻ അറിയാം. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 100 എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ പെർസെന്റേജ് സേവിങ് റൈറ്റ്. പക്ഷേ
വോളിയം ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് കാണണമെങ്കിൽ എന്ത് വേണം? ഔട്ടർ ഡയമീറ്റർ എത്രയാണെന്ന് പറയണം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതൊക്കെ തന്നിട്ട് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ സോളിഡ് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ വോളിയം സുഖമായിട്ട് കണ്ടുപിടിക്കും. കാരണം ഡയമീറ്റർ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇത് 122 mm കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. സോ വോളിയം ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് കണ്ടുപിടിക്കുന്ന സ്ഥലത്താണ് നമുക്ക് വോളിയം ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് കണ്ടുപിടിക്കുന്ന സ്ഥലത്താണ് ഈ പ്രശ്നം വരുന്നത് അല്ലേ. അപ്പോ ഹോളോ ഷാഫ്റ്റിന്റെ കാണാൻ നമുക്ക് പക്ഷേ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. എന്താ? ഡയമീറ്റർ ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് ആൻഡ് ഹോളോ ഷാഫ്റ്റ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് കൂടെ തന്നിട്ടുണ്ട്. യു ക്യാൻ യൂസ് ദാറ്റ് റിലേഷൻഷിപ്പ്. ഓക്കെ. ആൻഡ് ഫസ്റ്റ് ഇത് ചെയ്യണമെങ്കിൽ, സെക്കൻഡ് പാർട്ട് ചെയ്യണമെങ്കിൽ, പെർസെന്റേജ് സേവിങ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് ദ ഔട്ടർ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ആൻഡ് ദ ഇന്നർ ഡയമീറ്റർ സ്മോൾ ഡി. ഓക്കെ, ഇത് രണ്ടും കണ്ടുപിടിക്കുക. അതിനുശേഷം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയുള്ളൂ. റൈറ്റ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ദ ഡയമീറ്റേഴ്സ്, റെസ്പെക്റ്റീവ് ഡയമീറ്റേഴ്സ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, രണ്ട് ഡയമീറ്റർ. ഇപ്പൊ ഇതാണ് ഫൈനൽ കേസ്. ഇങ്ങനെയാണ് വരിക. പെർസെന്റേജ് സേവിങ്ങിന് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. രണ്ടിന്റെ വോളിയത്തിന്റെ ഡിഫറൻസ് എടുക്കുക, ഇൻറ്റു 100 എടുക്കുക. വോളിയം രണ്ടിന്റെ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? രണ്ടിന്റെയും ഡയമീറ്റർ ആണ്. ഇതിന്റെ കേസ് നമുക്ക് ഓക്കെ ആണ്, ഡയമീറ്റർ ഓൾറെഡി അറിയാം. ഇതിന്റെ കേസ് നമുക്ക് ഓക്കെ അല്ല, അറിയില്ല. അപ്പൊ അത് കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? എക്സ്റ്റേണൽ ഡയമീറ്റർ, ലെങ്ത് ആൻഡ് മെറ്റീരിയൽ ഓഫ് ദ ഷിയർ സ്ട്രെസ് ഇസ് ബീയിങ് ദ സെയിം. ഓക്കെ, നൗ ഇവിടെ the same power is to be transmitted, അല്ലെ? Same power is to be transmitted by the solid shaft and the hollow shaft. എന്ന് വെച്ചാൽ the torque is same for the torque acting on solid shaft. Torque acting on solid shaft is equal to torque acting on hollow shaft. Okay, so torque acting on solid shaft നമുക്ക് കിട്ടി. This is equal to torque acting on hollow shaft. Torque equation for hollow shaft നമുക്കറിയാം. അത് എഴുതുക. പിന്നെ ഡയമീറ്ററിന്റെ values substitute ചെയ്യുക, find the diameters and then continue. ഇത്രമാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ടോർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഹോളോ ഷാഫ്റ്റിന്റെ ടോർക്കും. ഹോളോ ഷാഫ്റ്റിന്റെ ടോർക്ക് നമുക്കറിയാം, ഇങ്ങനെ കാണാം. 5/16 ടോ ഫോർ എ ഹോളോ ഷാഫ്റ്റ് നമുക്കറിയാം. അതിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോ ക്യാപിറ്റൽ ഡി ക്യൂബ് ഇൻറ്റു 1 - k to the power 4. ഓക്കെ, ശരിയാകുന്നില്ല. ഇൻറ്റു 1 - k to the power 4 എടുക്കുക. Okay, so take that equation. അത് ബേസ് ചെയ്ത് രണ്ട് ഡയമീറ്റേഴ്സും കണ്ടുപിടിക്കുക and then proceed. Okay, സോൾവ് ചെയ്യല്ലേ? അത് ഡയമീറ്റർ കണ്ടുപിടിക്കുക. നമുക്ക് ബാക്കി ചെക്ക് ചെയ്യാം. ചെയ്തൂടെ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടോ? സർ, ആ മറ്റേ പെർസെന്റേജ് സേവിങ്ങിന്റെ അവിടെ ആ റോ അവിടെ റോ π/4 d സ്ക്വയർ ഇൻറ്റു L ഇൻറ്റു G ആണത്. L ഇൻറ്റു G. സർ, എന്നിട്ട് അത് പിന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പ് ചെറുതായിട്ട് മനസ്സിലായിട്ടില്ല. അത് എഴുതുന്ന ക്ലിയർ ആവാനില്ല. ഇവിടെ ഇതല്ലേ ഹോളോ ഷാഫ്റ്റിന്റെ കേസ് വന്നപ്പോ എന്താ പറയാ, വെയിറ്റ് ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ്. നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി. അതിന് സംശയമില്ലല്ലോ. റൈറ്റ്. സോ റോ വി ഇൻറ്റു ജി, റോ ഇൻറ്റു വി എടുത്താൽ മാസ് കിട്ടും, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി. റൈറ്റ്. ഇവിടെ ഞാൻ വോളിയത്തിനെ എക്സ്പാൻഡ് ചെയ്തത് 5/4 d സ്ക്വയർ ഇൻറ്റു L ആണ് വോളിയം ഓഫ് ദ സിലിണ്ടർ ഇൻറ്റു G. ഓക്കെ, ഹോളോ ഷാഫ്റ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ ഇക്വേഷൻ എന്താവും? റോ ഇൻറ്റു 5/4 d സ്ക്വയർ മൈനസ് സ്മോൾ d സ്ക്വയർ, എക്സ്റ്റേണൽ ഡയമീറ്റർ സ്ക്വയർ മൈനസ് internal diameter square into length into acceleration due to gravity. Right. Now for finding the percentage saving, എന്ത് ചെയ്യാം? Take the difference. അല്ലെ? ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ ഡിവൈഡഡ് ബൈ ദ സോളിഡ് ഷാഫ്റ്റ്. അല്ലെ? അപ്പൊ ഇതില് കോമൺ ആയിട്ട് വരുന്നത് ഡെൻസിറ്റി ആണ്. കാരണം സെയിം മെറ്റീരിയൽ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട്. സെയിം മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് എന്ത് ചെയ്യാം? റോ വാല്യൂവിനെ കോമൺ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഡെൻസിറ്റിനെ കോമൺ ആയിട്ട് എടുക്കാം. ബോട്ടത്തിലും സെയിം മെറ്റീരിയൽ ആണ്. യു ക്യാൻ സ്ട്രൈക്ക് ഓഫ് ദ ഡെൻസിറ്റി. റൈറ്റ്. നോ acceleration due to gravity, അത് for a particular place അത് സെയിം ആയിരിക്കും. സോ യു ക്യാൻ സ്ട്രൈക്ക് ഓഫ് ദ acceleration due to gravity.
അപ്പൊ ആ കൂടെ ബാക്കി വരുന്നത് വോളിയം ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് ആൻഡ് വോളിയം ഓഫ് ദ ഹോളോ ഷാഫ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ വോളിയം ഓഫ് സോളിഡ് മൈനസ് വോളിയം ഓഫ് ഹോളോ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ഇൻറ്റു 100. റൈറ്റ്. ഇനി വോളിയം ഓഫ് ദ സോളിഡ് കാണണമെങ്കിൽ എനിക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്, ലെങ്ത് എല്ലാം പോകും. ഓക്കെ, ആ കൂടെ നമുക്ക് ഡയമീറ്റർ എഫക്ട് മാത്രമേ വരുള്ളൂ. അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇവിടെയും താഴെയും ലെങ്ത് വരും, മുകളിൽ ലെങ്ത് വരും. ഇവിടെ ലെങ്ത് ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ്, ഇവിടെയും ലെങ്ത് ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ് വരും. അപ്പൊ ലെങ്ത് ഓഫ് ദ ഹോളോയും നമ്മുടെ ക്വസ്റ്റിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് മെറ്റീരിയൽ ഈസ് സെയിം, ലെങ്ത് ഈസ് സെയിം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ലെങ്ത്തും കൂടെ അങ്ങ് സ്ട്രൈക്ക് കട്ടായി പോകും. ഓക്കെ, അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കിവിടെ എഴുതാനുള്ള ഒരു ഇല്ലാത്തതുകൊണ്ട് എപ്പോഴാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇവിടെ അപ്പൊ ആ കൂടെ ഡയമീറ്റർ എഫക്ട് മാത്രമേ വരുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ π/4 d² ഇൻറ്റു L ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ ഇവിടെ ലെങ്ത് ഒക്കെ ക്യാൻസൽ ആവും. π/4 എല്ലാം താഴെ മുകളിലെല്ലാം വരും. ഈ ഇക്വേഷൻ ലാസ്റ്റ് നമ്മൾ ഫൈനലി ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇതുപോലെ കിട്ടും. ദിസ് ഈസ് ഈക്വൽ ടു സ്മോൾ d² മൈനസ് ക്യാപിറ്റൽ d² ഇൻറ്റു സ്മോൾ, ഇത് ശ്രദ്ധിക്കണം, ഇത് ഇതിന്റെ ഡി എക്സ്റ്റേണൽ ആണ്, സ്ക്വയർ മൈനസ് ഇൻറ്റു സെയിം നൊട്ടേഷൻ ഉപയോഗിക്കരുത്. സോളിഡ് ഷാഫ്റ്റിന് ഹോളോ ഷാഫ്റ്റിന് കൺഫ്യൂഷൻ ആണ് ലാസ്റ്റ്. d² ഇൻറ്റു ക്യാപിറ്റൽ d² മൈനസ് ഡി ഇൻറ്റു ആണ് സ്ക്വയർ. ഓക്കെ, ഇത് എക്സ്റ്റേണൽ ആണെങ്കിൽ എക്സ്റ്റേണൽ മൈനസ് ഡി ഇൻറ്റു ആണ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്മോൾ d² എന്നുള്ള ഫോമിലേക്ക് വരും ചെയ്ത് കഴിയുമ്പോൾ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, ഫൈനലി ഈ ഒരു ഫോമിലേക്ക് ഇത് എത്തും. ഓക്കെ, ഇതിൽ ഡി എക്സ്റ്റേണലും ഡി ഇന്റേണലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട്, അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് വരും. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് അല്ല, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നല്ല, അതിന് മുമ്പേ നമുക്ക് ഈ വാല്യൂ കണ്ടെത്താൻ പറ്റും എവിടുന്ന്. ഇൻ ദിസ് ടോർക്ക് ഇക്വേഷൻ. ഓക്കെ, ടോർക്ക് 286477800 എന്നുള്ളതാണ് ടോർക്ക് വാല്യൂ. സോ ഈക്വേറ്റ് ദിസ് വിത്ത് the torque for hollow shaft. Okay, is equal to torque acting on hollow shaft എന്ന് പറയുമ്പോൾ π/16. So capital D cube into 1 minus k to the power 4 എന്ന് കിട്ടും. K വാല്യൂ നമുക്കറിയാം, it is related to this 0.6 അല്ല, സ്മോൾ d by capital D ആണ് K വാല്യൂ. Right, now ഇത്രയും കിട്ടി കഴിഞ്ഞാൽ അതിന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ ഡി എക്സ്റ്റേണൽ ഡയമീറ്റർ കിട്ടും. ഇത് ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്യുന്നത് ഈ വാല്യൂ ഇക്വേറ്റ് ദിസ് വൺ വിത്ത് ദിസ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ external diameter. Okay, external diameter കിട്ടും. എക്സ്റ്റേണൽ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഇന്റേണൽ ഡയമീറ്റർ ഡയറക്റ്റ് കണ്ടുപിടിക്കും. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കൺഫ്യൂസ്ഡ് ആവോ ചെയ്ത എന്താണ് അവസ്ഥ? നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. ഡയമീറ്റർ കണ്ടുപിടിച്ചോ. എക്സ്റ്റേണൽ ഡയമീറ്റർ ഇന്റേണൽ ഡയമീറ്റർ എന്ന് കണ്ടുപിടിക്കാം. അത് നമുക്ക് ചെക്ക് ചെയ്യാം. നാളത്തേക്ക് എന്തായാലും ചെയ്യണേ. പ്രോബ്ലം ചെയ്യാൻ ഞാൻ നാളെ ഫൈനൽ ആൻസർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അറ്റൻഡൻസ്